പത്തനംതിട്ട കോന്നി KSRTC ബസ് സ്റ്റാൻഡിൽ സ്കൂൾ കുട്ടികളുടെ തമ്മിലടി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുട്ടികളുമാണ് ഏറ്റുമുട്ടിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിദ്യാർത്ഥി സംഘർഷം പതിവാണ്. അഭിലാൽ നൽകും വിവരങ്ങൾ. അഭിലാൽ, ഇത് പുതിയ സംഭവമല്ല. നേരത്തെ ഈ ആറ്റിങ്ങലും അങ്ങനെ പല ഭാഗങ്ങളിൽ ഈ തെരുവിലേക്ക് ഇറങ്ങി വിദ്യാർത്ഥികൾ ഇങ്ങനെ അടികൂടുന്നത് ചേരിതിരിഞ്ഞ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എത്രത്തോളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു? പ്രകോപിച്ചതിൻ്റെ കാരണം ഇത് മുൻപും ഉണ്ടായിട്ടുള്ള സംഭവമാണോ? അതിൻ്റെ ബാക്കിയാണോ ഇതും? 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ഇന്ന്. തിങ്കളാഴ്ച അവർക്ക് മോഡൽ പരീക്ഷ തുടങ്ങുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞ വിദ്യാർത്ഥികളാണ് ബസ് സ്റ്റാൻഡിൽ തമ്മിലടിച്ചത്. ആദ്യം റിപ്പബ്ലിക്കൻ സ്കൂളിലെ കുട്ടികളാണ് ഇവിടേക്ക് എത്തിയത്. ശേഷം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇവിടേക്ക് എത്തുകയും അക്രമം അഴിച്ചുപിടിക്കുകയുമാണ് ഉണ്ടായത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് ബസ് കാത്തു നിന്ന മറ്റ് ഏതാനും വിദ്യാർത്ഥികളെ കൂട്ടമായി എത്തി ആക്രമിച്ചത് എന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ തല്ല് കൊണ്ടവർ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ചിത്രം CCTV ദൃശ്യങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നില്ല. അതേസമയം തന്നെ തല്ലാൻ സംഘടിതമായി എത്തിയ വിദ്യാർത്ഥികളെ ഏറ്റവും അടുത്ത് പരിചയമുള്ള ആളുകൾക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. അതേസമയം തന്നെ കുട്ടികളിൽ ചിലരെ ആക്ഷേപ പേര് വിളിച്ചതിൽ തുടങ്ങിയ തർക്കമാണ് തമ്മിൽ തല്ലിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തല്ലുകൊണ്ടവരോ തല്ല് കൊടുത്തവരോ പരാതിയുമായി സ്കൂൾ അധികൃതരെയോ പോലീസിനെയോ സമീപിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. മറ്റോ ആയുധങ്ങളൊന്നും പ്രയോഗിച്ചില്ല എന്ന് തന്നെ ഭാഗ്യം.